നമസ്കാരം. മലയാള സിനിമയുടെ മാനസികാരോഗ്യം എന്നതാണ് ചർച്ചാ വിഷയം. നമുക്കറിയാം, ഈ സിനിമകൾക്ക് പലപ്പോഴും സൈക്യാട്രി ഒരു ഇതിവൃത്തമാണ്. മാനസിക രോഗം അല്ലെങ്കിൽ മനോരോഗ വിദഗ്ധർ, ഇതൊക്കെ പ്രത്യേകിച്ചും ത്രില്ലർ സിനിമകളിൽ. അപ്പോൾ മലയാള സിനിമയുടെ ഒരു കഴിഞ്ഞ 20-30 വർഷങ്ങൾ തൊട്ട് ഇന്ന് വരെ എങ്ങനെ സൈക്യാട്രി മലയാള സിനിമയിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു, അതിലെന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ എന്നതൊക്കെയാണ് ചർച്ചാ വിഷയം. അപ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ കൂടെ ഉള്ളത് ഡോക്ടർ പ്രണവ് മണികണ്ഠനാണ്. പ്രണവ്, സ്വാഗതം. നമസ്കാരം. അപ്പോൾ എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? മലയാള സിനിമയുടെ മാനസികാരോഗ്യം അത് ശരിയായ രീതിയിലാണോ മുന്നോട്ടേക്ക് പോകുന്നത്, അതോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? മാനസികാരോഗ്യം കുറച്ച് വർദ്ധിപ്പിക്കണം. അതായത് സിനിമകളിൽ ഈ മാനസികാരോഗ്യത്തെ, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി ധാരണ പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പല തെറ്റിദ്ധാരണകൾ മാറ്റാൻ ഇതിവൃത്തങ്ങളായ പല സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും ഈ പുരോഗമിച്ച ഈ കാലത്ത് പോലും ഒത്തിരി തെറ്റായ മാതൃകകൾ സിനിമയിലൂടെ കിട്ടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. ഈ അടുത്തുണ്ടായൊരു സംഭവത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ഒരു പേഷ്യൻ്റ്, സ്ഥിരം കാണുന്ന നമ്മുടെ മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ആ മരുന്ന് അദ്ദേഹത്തിന് ആവശ്യവുമാണ്. പുള്ളി ചോദിക്കുകയുണ്ടായി, സാർ, അടുത്തയിടെ സിനിമയിൽ കാണിച്ചു ഈ മരുന്നാണ് ഏറ്റവും അപകടകാരി എന്ന രീതിയിൽ. ആനന്ദ് ശ്രീബാല എന്നൊരു ചലച്ചിത്രത്തിൽ നമ്മൾ ചിത്തഭ്രമ ലക്ഷണങ്ങൾക്കൊക്കെ കൊടുക്കുന്ന റിസ്പിരിഡോൺ മരുന്നിനെ പറ്റിയായിരുന്നു ഈ പരാമർശം. ഇതാണല്ലോ ഞാൻ കഴിക്കുന്നത് എന്നോർത്ത് ഞാൻ തുടക്കത്തിൽ ഭയങ്കര ഭയപ്പെട്ടു. ഇത് വീട്ടുകാരോടൊക്കെ പറഞ്ഞു. ഇത് തുടർന്ന് കഴിക്കണോ എന്ന് ഇപ്പം എനിക്ക് ആശങ്കയാണ്. അപ്പോൾ നിർത്തിയോ പേഷ്യൻ്റ്? ഇല്ല, മരുന്ന് നിർത്തിയില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ സിനിമ എന്ന ഒറ്റ കാരണം കൊണ്ട് സൈക്യാട്രിയെ ബാധിക്കുന്നു അല്ലെങ്കിൽ അസുഖങ്ങൾ അത് കാരണം വരുന്നു എന്ന് പറയാനാവില്ലെങ്കിലും സിനിമയ്ക്ക് ഉള്ള ഇൻഫ്ലുവൻസ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ കുട്ടികളിലെ വയലൻസ് വളരെ വൈഡായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു തെറ്റായ കാര്യമാണ് ഈ സിനിമ കണ്ടതുകൊണ്ട് അവൻ ചെയ്തു. അങ്ങനെയല്ല, പല കാരണങ്ങളിൽ ഒരു കാരണം, അതൊരു ട്രിഗർ തന്നെയാണ്, അത് ഇൻഫ്ലുവൻസ് തന്നെയാണ് എന്ന സത്യം നമ്മൾ മറന്നുകൂടാ. അപ്പോൾ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ഈ റിസ്പിരിഡോൺ പോലെയുള്ള പേഷ്യൻസിന് പലപ്പോഴും വേണ്ട ഈ ഒരു മരുന്നിനെ പറ്റി വളരെയധികം ഹോംവർക്കൊന്നും ചെയ്യാതെ ഈ സിനിമയിലൂടെ കടത്തിവിടുന്ന പരാമർശങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് പേരെ ബാധിക്കുന്നു എന്നറിയുമ്പോൾ ഒരു വിഷമം, നിരാശയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു പോയിന്റ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം, കാരണം ഞാനും നഖശികാന്തം ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നൊരു വ്യക്തിയാണ്. സിനിമ ഫ്രം ഒരു ക്രിയേറ്റീവ് പെർസ്പെക്റ്റീവ് അവർ ചിന്തിക്കുകയാണ്. അതായത് സിനിമ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, സിനിമ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫിക്ഷൻ. അപ്പോൾ ഒരു ഫിക്ഷണൽ എലമെൻ്റ് ഇല്ലാതെ സിനിമ എങ്ങനെ വിജയിക്കും? അല്ലെങ്കിൽ ജീവിതത്തിലുള്ളത് അതേപോലെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ സിനിമ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മറുപടി അതിന് കൊടുക്കുക? ഇതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, സ്റ്റിഗ്മ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. അവമതിപ്പ് എന്നൊക്കെ പറയും. ഇത് സൈക്യാട്രിയിൽ വഹിക്കുന്ന പങ്ക് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു പേഷ്യൻറ്റിനോട് ചോദിച്ചാൽ മതി. സെൽഫ് സ്റ്റിഗ്മ, ഒരു അസുഖം തനിക്ക് ഉണ്ട്, അത് മാനസികപരമായ അസുഖമാകുമ്പോൾ അത്രയും കൂടുതൽ ഒരു എനർജി വേണം അതിൽ നിന്ന് പുറത്തു വരാൻ, അത് തനിക്കുണ്ടെന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ. അപ്പോൾ തന്നോട് തന്നെ തോന്നുന്ന ഒരു അവജ്ഞ അല്ലെങ്കിൽ അവമതിപ്പ് സെൽഫ് സ്റ്റിഗ്മ കൂട്ടുന്നതിൽ നല്ലൊരു പങ്കുണ്ട് ഈ സിനിമകൾക്ക്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം. ഇതുപോലെ ഒട്ടനവധി മാതൃകകൾ എനിക്ക് തോന്നുന്നു. എലിപ്പത്തായം, അഹം തുടങ്ങിയ തനിയാവർത്തനം, അങ്ങനെ മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഈ പറഞ്ഞ മാനസിക അസുഖങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മിസ്റെപ്രസെൻറ്റേഷൻ ഒഴിവാക്കണം എന്നാണ് എൻ്റെ പക്ഷം. അതായത് ഈ ഒരു രോഗി, മാനസികമായ അസുഖമുള്ള ഒരാളാണ് ഏറ്റവും വയലന്റ് പേഴ്സൺ എന്ന രീതിയിൽ കാണിക്കുമ്പോൾ, ഇപ്പോൾ കടുവയിലെ നായകനെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ബൈപ്പോളാർ ഡിപ്രഷൻ അവിടെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ സിനിമ റൺ ചെയ്യൂ എന്ന രീതിയിലുള്ള ചിന്താഗതി പലപ്പോഴും നമ്മുടെ പേഷ്യൻസിനെയും മാനസിക അസുഖങ്ങളെയും വക്രീകരിക്കാനും അതിനെപ്പറ്റി വികലമായൊരു ചിന്ത മനസ്സിൽ കോറിയിടാനും അത് പറഞ്ഞപ്പോൾ നമ്മളെ അധികം ഇതിപ്പോൾ മലയാള സിനിമ മാത്രമല്ല, ഈവൻ ഹോളിവുഡ് ഫിലിംസ്. അപ്പോൾ അവിടെ ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു സിനിമയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കില്ലർ ഒരു സ്കിറ്റ്സോഫ്രീനിയ ബാധിച്ച രോഗിയായിരിക്കും എന്നുള്ളത്. പക്ഷേ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ടും പറയട്ടെ, ഈ ചിത്തഭ്രമം അഥവാ സ്കിറ്റ്സോഫ്രീനിയ ബാധിച്ച വ്യക്തികൾ അവരൊരിക്കലും മറ്റുള്ള വ്യക്തികളെ അപേക്ഷിച്ചിട്ട് കൂടുതലായിട്ട് ക്രൈംസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ സിനിമകളിൽ എങ്ങനെയാണ് വരുന്നത്? കൂടുതലും അയാൾക്കൊരു ഹാലൂസിനേഷൻ ഉണ്ടാവും. ആ ഹാലൂസിനേഷന് പുറത്ത് അയാൾ പ്രവർത്തിക്കും, അല്ലെങ്കിൽ കമാൻഡ് ഹാലൂസിനേഷൻസ്, നീ ഇന്ന അയാളെ കൊല്ലൂ എന്ന് പറയുന്നു, ഇത്തരം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് തെറ്റായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സ്കിറ്റ്സോഫ്രീനിയ ബാധിച്ച വ്യക്തികൾ കൂടുതലായി ക്രൈം ചെയ്യുന്നില്ല. ആകെ പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗം പറയാം, മറ്റൊന്ന് സൈക്കോപാത്സ് അല്ലേ. സൈക്കോപാത്സ് എന്ന് പറയുമ്പോൾ സൈക്യാട്രിയുടെ ഭാഷയിൽ ഇപ്പോൾ നമ്മൾ അതിന് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. ഈ രണ്ട് കൂട്ടരല്ലാതെ മറ്റൊരു വ്യക്തികളൊന്നും തന്നെയും
ക്രൈംസ് കൂടുതലായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ക്രൈം ത്രില്ലറുകൾക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് മാനസിക രോഗം കാണിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ട് കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ചേരുവ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതി. ഈ നേരത്തെ പറഞ്ഞ റിസ്പിഡോൺ മാത്രമല്ല, ഈ സിനിമ ഉളവാക്കുന്ന ഒരു അവമതിപ്പ് സെൽഫ് സ്റ്റിഗ്മയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, 3 തരം പേടികളുണ്ട്. സെൽഫ് സ്റ്റിഗ്മ കൂടാതെ സൈക്യാട്രിസ്റ്റിനോടുള്ള പേടി, സൈക്യാട്രി എന്ന ബ്രാഞ്ചിനോടുള്ള പേടി. അത് നമ്മളിപ്പോൾ സൈക്യാട്രി എടുക്കുമ്പോൾ ഏതൊരു ഡോക്ടർക്കും ഇതാക്കാം, സൈക്യാട്രി എടുക്കുമ്പോൾ എന്തിനാണ് എടുക്കുന്നത് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തേത് നമ്മൾ ഫാമിലി ഫങ്ഷൻസിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറാണ്, എന്തിൻ്റെ ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒരു നീജർക്ക് റിയാക്ഷൻ. അവരങ്ങനെ മനഃപൂർവ്വം നമ്മളെ കളിയാക്കുന്നതായിരിക്കില്ല എങ്കിൽ പോലും നീജർക്ക് റിയാക്ഷൻ, അയ്യോ അങ്ങനെ. ഇതൊരു ഭയം അല്ലെങ്കിൽ ഒരു കോമഡി. ഈ ഒരു നീജർക്ക് റിയാക്ഷൻ എന്തുകൊണ്ടായിരിക്കും വരുന്നത്? അത് നമ്മൾ കണ്ടു മറന്ന ഏതോ സിനിമ നമ്മളിൽ ഉളവാക്കിയ ഒരു റിയാക്ഷൻ ആവാം. അപ്പോൾ എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്, സിനിമകൾ കലാരൂപമാണ്, റെപ്രസെൻറ്റേഷൻ ആണ്. സിനിമയിൽ ഉള്ളതിനേക്കാൾ എത്രയോ അധികം ഡ്രാമയും വയലൻസും ഒക്കെ ഈ പറഞ്ഞ റിയൽ ലൈഫിലുണ്ട്. മാർക്കോ കണ്ടത് കൊണ്ട് ഒരു കുട്ടി വയലന്റ് ആവുന്നില്ല, മറിച്ച് ഒത്തിരി വൾണറബിലിറ്റീസ് ഉള്ള ഒരു കുട്ടിയെ പരുവപ്പെടുത്തുന്നതിൽ ഈ കണ്ടിന്യൂസ് എക്സ്പോഷർ ടു വയലൻസ് തീർച്ചയായിട്ടും അതിൻ്റെ സെൻസിറ്റിവിറ്റി കുറയ്ക്കും, എമ്പതി കുറയ്ക്കും, സാഡിസ്റ്റിക് മൈൻഡ് സെറ്റ് കൂട്ടും. അങ്ങനെ മാത്രമേ നമുക്ക് പറഞ്ഞു വെക്കാനാവൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സൈക്യാട്രിസ്റ്റിനെ സിനിമയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴേ എപ്പോഴും ഇങ്ങനെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ആയിരിക്കും. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഇതിപ്പോൾ നമ്മൾ 2 സൈക്യാട്രിസ്റ്റുകൾ ഇരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ലെങ്കിൽ പോലും സൈക്യാട്രിസ്റ്റുകൾ അങ്ങനെ എക്സെൻട്രിക് ആണോ? വ്യക്തിപരമായ പ്രത്യേകതകളെ കഴിയുന്നത്ര മാറ്റി വെച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രൊഫഷണലായി ഇടപെടുന്നത്. അത് സൈക്യാട്രിസ്റ്റ് ആവട്ടെ, ഓർത്തോപീഡീഷ്യൻ ആവട്ടെ, ഏതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിക്കും കിട്ടേണ്ട ഒരു പരിഗണന സൈക്യാട്രിക്കും വേണം. അത് നമ്മുടെ സൈക്യാട്രി ഡോക്ടർമാർക്ക് മാത്രമല്ല, എങ്കിൽ മാത്രമേ പേഷ്യൻസിനും ആ പരിഗണന കിട്ടുള്ളൂ. ഈ എക്സെൻട്രിസിറ്റിസിനെ പറ്റി പറയുമ്പോൾ അതൊക്കെ വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളാണ്. പലപ്പോഴും അതിനെ ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് കാണിച്ച് നമ്മളെ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കോമാളി രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകർക്കും ഒരു രസമാണ് പലപ്പോഴും കാണാൻ. അവിടെ ഒരു മറുവാദമുള്ള എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മളിപ്പോൾ സൈക്യാട്രിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞു, അതായത് സിനിമകളിൽ ഇങ്ങനെ മരുന്നിനെ തെറ്റായിട്ട് കാണിക്കരുത്. അപ്പോൾ നാളെ പോലീസുകാർ, ചില സിനിമകളിലൊക്കെ പോലീസുകാരായിരിക്കുമല്ലോ വില്ലന്മാർ, അല്ലെങ്കിൽ പോലീസുകാരുടെ ഇതിനെ തെറ്റായിട്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ പത്രപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ അഴിമതിക്കാരായി ചിത്രീകരിക്കുന്നു. അപ്പോൾ ഒരു സിനിമ സംവിധായകൻ്റെ, ഒരു സൃഷ്ടാവിൻ്റെ ചിന്തയിൽ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പോയിന്റ്സ് റേസ് ചെയ്യാണ്, ഇങ്ങനെ കാണിക്കരുത്, അങ്ങനെ കാണിക്കരുത് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് സത്യത്തിൽ ഒരു പ്രതിസന്ധി ഉളവാക്കില്ല? എന്താ തോന്നുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒരു ഓഡിറ്റിംഗ്, സെൻസറിങ്ങിന് വിധേയമായി തന്നെ വേണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ. കാരണം ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അത് വൾണറബിളായ ആളുകൾ ഇത് കാണുമ്പോൾ തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നൊരു കൺഫ്യൂഷൻ വരാം. പിന്നെ എനിക്ക് പോസിറ്റീവായ ഒരു കാര്യം പറയാനുള്ളത്, മെന്റൽ ഹെൽത്തിന്റെ റെപ്രസെന്റേഷൻ കൂടിയിട്ടുണ്ട് മലയാള സിനിമയിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് മുണ്ടുമടക്കി ഒരു മാക്കോ ടോക്സിക് മസ്കുലിനിറ്റി കാണിച്ചിടത്ത് ഇപ്പോൾ ആണുങ്ങളും കരയുന്നു. മെന്റൽ ഹെൽത്തിന്റെ ആ എക്സ്പ്രഷൻ ഓഫ് ഡിസോർഡേഴ്സ്. ഇപ്പോൾ സജി എന്ന നമ്മുടെ സൗബിൻ വളരെയധികം തന്മയത്വത്തോടെ കൈകാര്യം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സിലെ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ദയവായി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകൂ. അപ്പോൾ അങ്ങനെയുള്ള സീക്കിംഗ് ഹെൽപ്പ് ഈസ് ഓക്കെ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരിക്കലും സംവിധായകരെയോ അല്ലെങ്കിൽ കലാസൃഷ്ടാക്കളെയോ ഡിസ്കറേജ് ചെയ്യാനല്ല ഈ ടോക്ക്. പക്ഷെ നിരന്തരം ഈ പറഞ്ഞ സംഭാഷണങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എവിടെയാണ് തെറ്റായി റെപ്രസെന്റ് ചെയ്യുന്നത് എന്നറിഞ്ഞ് ആ തിരുത്തലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റൈറ്റ്. അവിടെ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമയും സൈക്യാട്രിയും ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ സണ്ണി പരാമർശിക്കാതെ ഒരു എപ്പിസോഡ് പോലും പൂർണ്ണമാവില്ലല്ലോ. ഒരു കലാസൃഷ്ടി എന്ന നിലയ്ക്ക് പൂർണ്ണമായിട്ടും നമ്മളെല്ലാവരും ആസ്വദിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ ഈ ഡോക്ടർ സണ്ണിയുടെ വഴികളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും, ഈ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണോ സൈക്യാട്രിസ്റ്റ്? ഈ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചാൽ അടികൊള്ളും. അതാണ് കാലഘട്ടം. കാരണം എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ്റെ ലോകമാണിത്. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും എവിഡൻസ് ഇല്ലാത്ത ഒത്തിരി മറ്റ് ചികിത്സകൾ കൂണുപോലെ മുളച്ചു പൊന്തുമ്പോൾ ഡോക്ടർ സണ്ണി പറഞ്ഞ ആ വാചകത്തോടെ എനിക്ക് എതിർപ്പുണ്ട്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നടക്കുന്നതിന് പകരം വളരെ അക്സെപ്റ്റഡ് ആയ എവിഡൻസ് റിസർച്ച് ബേസ് ഉള്ള മരുന്നുകളിലേക്കും ചികിത്സാ രീതികളിലേക്കും, അത് സൈക്കോ തെറാപ്പി ആയാലും ശരി, മറ്റ് മരുന്നുകളായാലും ശരി, അങ്ങനെ മാറാൻ കെൽപ്പുള്ളവരാണ് ഇന്നത്തെ സൈക്യാട്രിസ്റ്റും ശാസ്ത്രലോകവും. അപ്പോൾ തെളിവുകളെ ഉപയോഗിക്കുക, മറ്റ് ഫാൻറ്റസികളൊക്കെ അതിനപ്പുറമുള്ളൊരു ചർച്ചാ വിഷയമാണ്. പിന്നെ ഡോക്ടർ ജിഷ്ണു പറഞ്ഞ പോലെ ഈ ചോദ്യം അഭിമുഖീകരിക്കാതെ ഒരു സൈക്യാട്രിസ്റ്റും ഈ രംഗത്ത് എത്തുന്നില്ല. പ്രത്യേകിച്ച് മലയാളിയാണെങ്കിൽ ചോദിക്കും, ഡോക്ടർ സണ്ണിയാണോ ഇൻസ്പിറേഷൻ? അല്ല, ഒരു സൈക്യാട്രിസ്റ്റ് അത് പറഞ്ഞിട്ട് തന്നെയുണ്ട്. ഞാൻ ഈയിടെ മനോരമയിൽ
ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് വായിച്ചതായിരുന്നു. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കുറിച്ച്. അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, സൈക്യാട്രിസ്റ്റിനെ വില്ലനാക്കി കാണിക്കരുത് എന്നൊന്നും അല്ല, അല്ലേ? അത് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതുപോലെ ഇന്ന മരുന്നുകൾ ഇത് കഴിച്ചാൽ പ്രശ്നം വരും, അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫിലിം ഫീൽഡ് തന്നെയും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കാരണം ഗ്ലോബൽ ഫിലിംസ്, നമുക്കിപ്പോൾ വിരൽത്തുമ്പിൽ കൊറിയൻ ഫിലിംസ് എല്ലാം ഉണ്ട്, അല്ലേ? അപ്പോൾ അത്തരം ഫിലിംസ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബേസിക് ഗ്രൗണ്ട് വർക്ക്, ഒരു റിസർച്ച്, ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് എന്ന് പറയുന്നത് ചെയ്യേണ്ടതാണ്, അല്ലേ? ഇപ്പോൾ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ സമൂഹത്തെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് നയിക്കുന്ന തരമായിട്ടുള്ള കാര്യങ്ങൾ അവർ പോർട്രേ ചെയ്യുന്ന മെസ്സേജാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വില്ലനെ വില്ലനായി തന്നെ കാണിക്കണം, എന്നാലേ ആ സിനിമ ആസ്വദിക്കാൻ പറ്റൂ. പക്ഷേ അറ്റ് ദ എൻഡ് അത് നൽകുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വീക്ഷണകോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അഡോളസെൻ്റ് ഗ്രൂപ്പിലാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അവരുടെ കണ്ടിന്യൂസ് എക്സ്പോഷർ ടു വയലൻസ് ആണ് ഇപ്പോൾ മാർക്കൊക്കെ വന്നപ്പോൾ ഒരു ചർച്ചാ വിഷയമായി. എനിക്ക് തോന്നുന്നു അത് എന്താ പറയുക, സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? വയലൻസ് ആൻഡ് മീഡിയ ഇൻഫ്ലുവൻസ്, അത് സൈക്യാട്രിസ്റ്റുകൾ തന്നെ പലപ്പോഴും 2 തട്ടിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിനിമയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, സിനിമയിലെ സൈക്യാട്രിയുടെ റെപ്രസെൻറ്റേഷൻ അത് ഒരിക്കലും സൈക്യാട്രിയെ ഗ്ലോറിഫൈ ചെയ്യണമെന്നോ സൈക്യാട്രിസ്റ്റിനെ ശരിയായ രീതിയിൽ കാണിക്കണമെന്നോ പറയുന്നില്ല. അത് കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ബേസിക് ഗ്രൗണ്ട് വർക്ക്, ഒരു റിസർച്ച്, ബാക്ക്ഗ്രൗണ്ട് റിസർച്ച്, മരുന്നുകളെ തെറ്റായ രീതിയിൽ കാണിക്കാതിരിക്കുക, സൈക്കോതെറാപ്പിയെ തെറ്റായ രീതിയിൽ കാണിക്കാതിരിക്കുക. സൈക്കോതെറാപ്പി എന്നാൽ വെറുതെ കേട്ടിരിക്കുന്ന ഒന്നാണ് എന്ന തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ, അത്തരം കാര്യങ്ങളില്ലാതിരുന്നാൽ നമ്മുടെ സമൂഹത്തിന് കാര്യമായിട്ടുള്ളൊരു മാറ്റം തന്നെ ഉണ്ടാവും. അപ്പോൾ സിനിമയിലൂടെ സൈക്യാട്രി ഇനിയും വളരട്ടെ, സമൂഹം ഇനിയും വളരട്ടെ, ആളുകൾക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, അല്ലേ? അതെ, അതാണ് എനിക്കും തോന്നുന്നത്. സിനിമകൾ ഇനിയും ഉണ്ടാവണം. ഇത് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം സൈക്യാട്രി വിഷയങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് സിനിമ എടുക്കണം എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്, കേട്ടോ. അത് പ്രോപ്പറായ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക, എന്നാലേ അതൊരു വലിയ ഗ്രൂപ്പിനെ ബെനിഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്ന യുവാക്കളായിട്ടുള്ള ഒരുപാട് പേരിലേക്ക് ഇതെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അപ്പോൾ മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം.